DTH സാരിയർ കേരള ഇൻഫർമേഷൻ ചാനലിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമുക്കൊരു LMBയെ പരിചയപ്പെടുത്താം. ഇതൊരു എയർടെലിൻ്റെ LMB എന്നാണ് പറയുന്നത്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കണം. ഇത് എയർടെൽ എന്നാണോ എഴുതിയിരിക്കുന്നത്? അല്ല, ഐ ഇല്ല, ARTEL, ആർട്ടൽ. ഈ LMB ആർട്ടലാണ്. ഞാൻ ഒറിജിനൽ എന്ന് പറഞ്ഞ് ഒരെണ്ണം മേടിച്ചതാണ്. 120 രൂപയാണ് ഇതിൻ്റെ വില. ഇത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് LMB ആണ്. അനേകർ എയർടെൽ എന്ന് പറഞ്ഞ് വാങ്ങിക്കുന്നത് ഈ ഡ്യൂപ്ലിക്കേറ്റ് LMB ആണ്. കാരണം ഇത് ഗെയിനൊന്നും കിട്ടാത്ത, മാക്സിമം ഒരു 60 മുകളിലൊന്നും സിഗ്നൽ പോകത്തില്ല. ഞാൻ ചെക്ക് ചെയ്ത് നോക്കി, മാക്സിമം 50 ഉള്ളൂ. 50, 52. ലോക്കൽ ഏറ്റവും ലോ ക്ലാസ് കച്ചട LMB, ഇത് കൂറ LMB. ഒരു കാരണവശാലും ടെക്നീഷ്യന്മാർ ഈ LMB മേടിക്കരുത്. മേടിച്ച മുട്ടം പണി കിട്ടും. കാരണം ഗെയിന് കയറത്തില്ല. നമ്മൾ വിചാരിക്കും വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വിചാരിക്കും. കാരണം ഒരു കാരണവശാലും ഗെയിന് കയറത്തില്ല. നമ്മൾ ഒരുവിധം ക്വാളിറ്റിയുള്ള ടാറ്റയുടെ LMB ഒരു 70% സിഗ്നൽ കാണിക്കണമെങ്കിൽ ഇതൊരു 55 കാണിക്കത്തുള്ളൂ. ഇത് ലോക്കലാണ്, തീരെ ലോ ക്ലാസ്. ഇതിന് നമുക്കൊന്ന് അൺബോക്സ് ചെയ്യും. ഇത് എന്തൊരു വാഴയ്ക്കാണ് അതിൻ്റെ അകത്തുണ്ടെന്ന് നോക്കട്ടെ. അത് ഇതിൽ ആർട്ടൽ എയർടെൽ എന്ന് പറഞ്ഞ വാങ്ങിച്ച LMBയിൽ എഴുതി വെച്ചിരിക്കുന്ന ആർട്ടൽ. കണ്ട, ഏറ്റവും ലോ ക്ലാസ്. കനമോ ഈ ഭാഗത്ത്, ഇത്രയും ഈ പറഞ്ഞ ഈ ഭാഗത്ത് വീതി പോലുമില്ല. ടാറ്റ പ്ലേ എന്ന് പറയുന്നതിനേക്കാളും ഒരുവിധം കൂടെ ഉണ്ട്. ടാറ്റ സ്കൈയുടെ LMBനേക്കാളും ഒരുവിധം കൂടെ ഉണ്ട്. അതെല്ലാം സണ്ണായാലും ശരി തന്നെ. അത് ഒറിജിനൽ ടാറ്റ സ്കൈ ആയാലും സണ്ണായാലും ഒറിജിനൽ LMB, പഞ്ച് വെച്ച LMB. ഇത് ലോ ക്ലാസ് LMB. സ്റ്റിക്കർ, ഇത് ചൈന എന്ന് പറഞ്ഞാൽ ഏറ്റവും കുടിൽ വ്യവസായം. അവിടുത്തെ കുടിൽ വ്യവസായം ചെയ്യുന്നവർ ഇന്നതാണ്. അത് ഒറിജിനലൊന്നുമില്ല. സ്റ്റിക്കർ, വെറും സ്റ്റിക്കർ വാങ്ങിച്ച് ഇത് മേടിച്ചിട്ട് സ്റ്റിക്കർ ഒട്ടിക്കും. ഇത് നമ്മളെ തിരുവനന്തപുരത്ത് മിക്ക കടകളിലും ഈ LMB ഉണ്ട്. നിങ്ങൾ ഒരു കാരണവശാലും ഈ LMB മേടിച്ച് കളയരുത്. കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ പണി കിട്ടും. ടെക്നീഷ്യന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ LMB ഒരു കാരണവശാലും മാച്ചുകളായില്ല. ഇത് തീരെ ലോ ക്ലാസ് LMB ആണ്. എയർടെൽ എന്ന് പറഞ്ഞും, ഇത് സണ്ണാണെങ്കിൽ സണ്ണിൻ്റെ സ്റ്റിക്കർ വേണമെങ്കിൽ ഒട്ടിക്കാം. ടാറ്റ പ്ലേയുടെ സ്റ്റിക്കർ വേണമെങ്കിൽ ഒട്ടിക്കാം. ഡിഷ് TVയുടെ സ്റ്റിക്കർ വേണമെങ്കിൽ ഒട്ടിക്കാം. പിന്നെ നമ്മൾ ഒറിജിനൽ LMB ആണെങ്കിൽ ഈ ഭാഗങ്ങൾ ഇതുപോലെയല്ല, നല്ല പഞ്ച് പതിച്ചും കാണാൻ ഒരുവിധം മോഡലും കൊള്ളാം. പഞ്ച് പതിച്ചതായിരിക്കും. പഞ്ചെന്ന് പറഞ്ഞാൽ അതിൽ പ്രസ് ചെയ്ത് നമ്മൾ അതിനൊന്നും ഇളക്കാൻ പോലും പറ്റത്തില്ല. പഞ്ച് അത് ഇങ്ങനെ പ്രത്യേക രീതിയിൽ വരുന്ന ഒരു രീതിയാണ് പഞ്ച് പതിച്ച് വരുന്നത്. ഇത് തീരെ ലോ ക്ലാസ് ആയിപ്പോയി. ഇത് ആർട്ടൽ
ഒരു കാരണവശാലും നിങ്ങളിത് മേടിച്ച് കളയരുത്. ടെക്നീഷ്യന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് പിള്ളേർക്കെല്ലാം കളിക്കാൻ കൊള്ളാം, അല്ലാതെ ഇത് സിഗ്നൽ പിടിക്കാനൊന്നും കൊള്ളത്തില്ല. മാക്സിമം 50, 55, 52 ഇതൊക്കെ തന്നെ ഇതിൻ്റെ ഗെയിന് കയറി വരുന്നത്. മറ്റേതിൽ 70 കാണിക്കും. എയർടെൽ ആയാലും സെൻട്രൽ ആയാലും ഒറിജിനൽ LMB 65-70% സിഗ്നൽ കാണിക്കും. പക്ഷെ ഇതിൽ വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ 50-55 അടുപ്പിച്ചേ ഉള്ളൂ. ഗെയിൻ കയറത്തില്ല. വേണമെങ്കിൽ പിക്ചർ ഓക്കെയാണ് വരും. പക്ഷേ മഴയൊക്കെ വരുമ്പോൾ അത് വിഷയം വരും. കാരണം സിഗ്നൽ കാണത്തില്ല, സ്റ്റക്കാവും. അപ്പോൾ ശരി, ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.